കൊച്ചിയിലെ ബ്രോഡ്വേ മാർക്കറ്റിന്റെ ആധുനീകരണത്തിന് 22 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര അനുമതി. മാർക്കറ്റിനോട് ചേർന്ന പുരാതന ആരാധനാലയങ്ങളും ഉൾപ്പെടെയുള്ള പൈതൃക സമ്പത്ത് സംരക്ഷിച്ചുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പാക്കുക. ജവഹർലാൽ നെഹ്റു നഗര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എറണാകുളം മാർക്കറ്റിന്റെ നവീകരണത്തിനുള്ള പദ്ധതിക്ക് കേന്ദ്ര നഗരവികസന മന്ത്രാലയം അനുമതി നൽകിയത്. പദ്ധതി തുകയായ 22 കോടി 12 ലക്ഷം രൂപയിൽ പകുതി തുക കേന്ദ്ര സർക്കാർ നൽകും. 30% സംസ്ഥാന സർക്കാരും 20% കൊച്ചി നഗരസഭയുമാണ് വഹിക്കുക. പുരാതനമായ മാർക്കറ്റിനോട് ചേർന്ന സിനഗോഗ്, മുസ്ലിം പള്ളി തുടങ്ങിയവ പൈതൃക സ്മാരകങ്ങളായി സംരക്ഷിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും കച്ചവടക്കാർക്ക് കൂടുതൽ സൌകര്യങ്ങൾ ലഭ്യമാക്കാനും ശുചിത്വം ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധിക്കുമെന്ന് കൊച്ചി മേയർ മേഴ്സി വില്യംസ് ഡൽഹിയിൽ മനോരമ ന്യൂസിനോട് പറഞ്ഞു. 50% സെൻട്രൽ ഷെയറും 30% സ്റ്റേറ്റ് ഷെയറും 20% കൊച്ചിൻ കോർപ്പറേഷന്റെ ഷെയറുമാണ്. ഇതിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിൽ ഹെറിറ്റേജിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സ്ഥാപനമാണ് സിഹെഡ്. ആ സ്ഥാപനത്തിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടായിരിക്കും വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ തന്നെയാണ് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി. അതുകൊണ്ട് വളരെ വേഗം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാലും ഒരു 3 ഫേസ് എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി അനായാസമായി അതിന്റെ കംപ്ലീഷനിലേക്ക് ചെല്ലാൻ പറ്റും. നഗരസഭയിലെ ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിലെ ഹെറിറ്റേജ് വിഭാഗത്തിനാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. കേന്ദ്ര സർക്കാർ 3 വർഷത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും പരമാവധി വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കുമെന്ന് മേയർ അറിയിച്ചു. മനോരമ